NSS സമദൂരം വിട്ടെന്ന് ഈ ഒരു പരിപാടിയുടെ മാത്രം പശ്ചാത്തലത്തിൽ പറയാൻ കഴിയില്ല. NSSന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സംഗീത് കുമാറിനും ജി സുകുമാരൻ നായർക്കും വന്ന മാറ്റങ്ങളാണ് എന്ന രീതിയിലാണ് ഇവരൊക്കെ വ്യാഖ്യാനിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് NSS എടുത്തിരിക്കുന്നത് എന്നതാണ് NSSൽ തന്നെയുള്ള ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരുണ്ടെങ്കിലും അയ്യപ്പനെയും അതുപോലെ തന്നെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന വിശ്വാസികളെയും ശബരിമലയെയും ഒക്കെ CPIM പറഞ്ഞതും CPI നേതാക്കളും പറഞ്ഞതും NSSും അതുപോലെ തന്നെ മറ്റ് ചർച്ച ചെയ്യുന്ന ആളുകൾ മറന്നാലും സാക്ഷാൽ അയ്യപ്പൻ മറക്കില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ഇല്ലാത്ത ഒരു സംഗമമായിരിക്കും എന്നതാണ് ഒരു അയ്യപ്പ ഭക്ത എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആചാരത്തിന് കോട്ടമില്ലെങ്കിൽ നല്ലത് എന്ന് കൃത്യമായി തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. പരിപൂർണ്ണ പിന്തുണ എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിലപാടിനെ നമുക്ക് പറയാനും കഴിയില്ല. ആചാരത്തിന് കോട്ടം വരരുത്. കാരണം ആചാര സംരക്ഷണം അതാണല്ലോ അന്ന് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രണ്ടുപേരെ കയറ്റി ആ രണ്ടുപേര് പങ്കെടുക്കുന്നുണ്ടോ എന്നതാണ് കേട്ടോ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം രാഖിരാമാനം കയറ്റി യുവതീ പ്രവേശനം നടപ്പാക്കിയ സർക്കാർ എന്ന മേനി നടിക്കാൻ വേണ്ടി രണ്ടുപേരെ കയറ്റിയല്ലോ. അപ്പോൾ മുഖ്യാതിഥികളായി വേദിയിൽ ഉണ്ടാകേണ്ടത് ശബരിമലയിൽ ദർശനം കിട്ടിയ ഭാഗ്യവതികളായ രണ്ട് സ്ത്രീകളാണ്. അപ്പോൾ അതിൽ ഒരാളുടെ പ്രതികരണമൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ NSS പറഞ്ഞ വാചകം ഇതാണ്: സമിതിയുടെ നേതൃത്വം അത് രാഷ്ട്രീയ മുക്തമാകണം, ഉപാധികളോടെയാണ് പിന്തുണ. കൃത്യമായി തന്നെ NSS പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ട് എങ്കിൽ അത് മാറുന്നതിന് വേണ്ടി തന്നെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. സമിതിയിൽ അയ്യപ്പ ഭക്തർ വേണം. നിലവിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ മാത്രം വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ മാറ്റം വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി. മുഖ്യമന്ത്രി ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസിയായ ഒരാളാണെങ്കിൽ നല്ലത്. ഇടതുപക്ഷം അങ്ങനെ മാറുന്നതൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. കാരണം എല്ലാവരും അവനവന്റെ വിശ്വാസത്തിലുമൊക്കെയായി പോകുന്ന ഒരു സമത്വ സുന്ദരമായ ഒരു നല്ല കേരളം അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ NSSന് എതിർപ്പില്ല. നിലവിൽ അവർ മാത്രമാണ്. അവർ വരുന്നതിന് കുഴപ്പമില്ല, തുടർന്നും അവർക്ക് വരാം. രാഷ്ട്രീയ നേതാക്കൾ അല്ലാതെ വരരുത്. അതെ. അപ്പൊ അതായത് ഇപ്പോൾ CPIMന്റെയോ CPIയുടെയോ ഇടതുപക്ഷത്തെ മറ്റ് കക്ഷി നേതാക്കളോ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നവോത്ഥാന സമിതിയൊക്കെ വിവിധ സംഘടനകളെ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിന്റെ കൂടി കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതിന് ശേഷം രൂപീകരിക്കുന്ന സമിതികളിൽ ഈ യോഗത്തിന് ശേഷം സ്ഥിരം സമിതികൾ ഉണ്ടാകാൻ പോകുമെന്നാണ് കേൾക്കുന്നത്. അതിൽ നിലവിൽ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണോ, അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനെ കാണുകയും ഇനി അങ്ങോട്ട് ഒരു അയ്യപ്പ ഭക്തനായി മാറാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പേരാണ്, വിജയൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനായി പൂർണ്ണമായും മാറുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹം ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായും ഒരു അയ്യപ്പ ഭക്തനായി വിശ്വാസിയായി മാറാനായിട്ടൊക്കെയുള്ള അവസരമാണെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ ഇറങ്ങിയ പിണറായി സർക്കാരാണ് ഈ മാറ്റത്തിലേക്ക് വരുന്നത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയമായ പ്രത്യേകത. ജിമ്മി ജെയിംസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ. അപ്പോൾ അന്ന് നാമജപ ഘോഷയാത്ര സമരം ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് NSS എന്ന സമുദായ സംഘടനയാണ്. SNDPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയേക്കാൾ കൂടുതൽ ആദ്യം തന്നെ ഇറങ്ങിയത് ഈ കരയോഗങ്ങളിൽ നിന്നും മഹിളാ സമാജങ്ങളിൽ നിന്നുമുള്ള അമ്മമാരാണ്, സ്ത്രീകളാണ് കൂടുതലായും തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം മറുഭാഗത്ത് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചതിന് എന്തിനാണ് സാറേ? വനിതാ മതിൽ ഉണ്ടാക്കാനാണ്. വനിതാ മതിലാണ് അവിടെ ഉണ്ടാക്കിയത്. വനിതാ മതിൽ ഉണ്ടാക്കിയത് എന്തിനാണ്? നവോത്ഥാനം എന്ന പേരിൽ സ്ത്രീകൾക്ക് നിർബന്ധമായും അവരെ ഞങ്ങൾ പ്രവേശിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നടപടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നീക്കമാണ്. അത് പാടെ പൊളിഞ്ഞു പോയത്. അതിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആ ജനുവരിയിൽ നിന്ന് 2019 ജനുവരിയിൽ നിന്ന് 2025 ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്തരായി അഭിനയിച്ചാലേ ഞങ്ങൾക്ക് അടുത്ത മൂന്നാം ഊഴത്തിലേക്ക് പോകാൻ കഴിയൂ എന്നതാണ്. അപ്പോൾ ഒരു അഭിനയ സംഗമമാണോ നടക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു അഭിനയമാണെന്നുണ്ടെങ്കിൽ അത് അയ്യപ്പനെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും കൃത്യമായി മനസ്സിലാകും. അതിന് സംഘടനകളുടെ തലപ്പത്തുള്ള ആളുകളെ മാത്രം കൺവിൻസ് ചെയ്താൽ പോരാ, വിശ്വാസികളെയും കൺവിൻസ് ചെയ്യണം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണെന്നേ. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം. അപ്പുറത്ത് നിന്ന് അവർ ചെയ്യുന്നത് വിശ്വാസിയായ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പേരിന് ലോക കേരള സഭ, ആഗോള നിക്ഷേപക സംഗമം, അതുപോലെ ഒരു സംഗമമാക്കി നടത്താനായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയല്ല അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ വിശ്വാസികളെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗമമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വിശ്വാസികൾക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് അവർക്ക് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു സംഗമം കൊണ്ട് മാത്രം NSSനെ ഞങ്ങൾ ഇങ്ങെടുത്തു അല്ലെങ്കിൽ NSS ഇങ്ങോട്ട് വന്നു, ആ ഒരു നറേറ്റീവിലേക്ക് പോകുന്നത് അതൊരു തെറ്റായ ധാരണയായി മാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ എൻ്റെ വിലയിരുത്തൽ.
വിലയിരുത്തൽ. പഴയ കാലം ചർച്ച ചെയ്യേണ്ട എന്ന ഒരു ധാരണയിലേക്ക് രണ്ടു കൂട്ടരും എത്തിക്കഴിഞ്ഞു എന്നതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് 2018, 2019 അത് രണ്ടും ഇറേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറക്കുന്നു. അത് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ തിടുക്കത്തിൽ പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന സ്റ്റാൻഡിലേക്ക് അന്ന് തന്നെ എത്തിയതാണ്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയോടുകൂടി അന്ന് തന്നെ എത്തിയതാണ് ഇടതുപക്ഷം. 2021 അതിനുശേഷം വീട് കയറുന്നതും ഞങ്ങൾക്ക് തെറ്റുപറ്റി ലേലുവല്ലു പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 2021 തുടർ ഭരണം കിട്ടി, ശരിയാണ്. ഒരുപക്ഷെ മൂന്നാം ഭരണവും കിട്ടും. ആ മൂന്നാം ഭരണത്തിലേക്ക് എത്താൻ പോകുന്നത് വിശ്വാസികളെ കൂടി അവരുടെ വിശ്വാസത്തെ കൂടി ബഹുമാനിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ സർക്കാർ ചെയ്യുന്നത് നല്ലതാണെന്നേ പറയുകയുള്ളൂ. അങ്ങനെ വിശ്വാസികളെയും വിശ്വാസത്തെയൊക്കെ ബഹുമാനിക്കാൻ, ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ, പാപിയായ ഒരുത്തിന് തിരിച്ചു വരാനായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെന്നേ. ആ തിരിച്ചു വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. എല്ലാ കാലവും ഇങ്ങനെ പാപിയായി വിശ്വാസത്തെ എതിർക്കുന്ന ഒരാളായി നിൽക്കണമെന്ന് അങ്ങനെയുള്ളൊരു ശാഠ്യമൊന്നും എനിക്കെന്തായാലും ഇല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിൽ BJP അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് UDF പങ്കെടുക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ കേന്ദ്ര നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും ഒഴിവാക്കില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. ഇതിനകം തന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൽ യേശുദാസ് ഉണ്ട്, മോഹൻലാൽ ഉണ്ട്, ശിവമണിയുണ്ട്, ജയറാമുണ്ട്. ഇവരൊക്കെ അയ്യപ്പ ഭക്തരാണ്. അപ്പോൾ അയ്യപ്പ ഭക്തരായ ഇവരെ എല്ലാവരെയും വിളിക്കാൻ പോകുന്നു. ഈ സംഗമം എന്നുള്ള ആശയം തന്നെ മുന്നോട്ട് വെച്ചത് മലേഷ്യയിൽ നിന്നുള്ള ഒരു അയ്യപ്പ ഭക്തരാണ്. അപ്പോൾ മലേഷ്യ, ശ്രീലങ്ക ഈ രാജ്യങ്ങളിൽ ഇതൊരു നമ്മൾ കണ്ട ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പാക്കാനായിട്ടാണ് സർക്കാരിന്റെ ബിസിനസ് ബുദ്ധി ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ദീപസ്തംഭ മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതാണല്ലോ ഇതുവരെയുള്ള പല സമീപനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ആഗോള നിക്ഷേപക സംഗമമല്ല സാർ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം എന്ന് പറയുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൺകണ്ട ദൈവമാണ്. കാരണം എല്ലാവരും ആ മല കയറി അവിടേക്ക് ചെല്ലുന്നത് എന്തിനാണ്? ആ ഒരു ശക്തിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്ന, ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ വിശ്വാസികൾക്കായി ഇത് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിയാകും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. കാരണം വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. ഞാൻ കോട്ട് ചെയ്യുന്നത് PS പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെയാണ്. 500 ഭക്തരെ മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി എത്തുന്ന, അത് ഫിനാൻഷ്യലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഭക്തരാണ്. ആ 500 പേർ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ലോക കേരള സഭ പോലെ തന്നെയുള്ള ഒരു ബിസിനസ് മോട്ടീവ് ഈ സംഗമത്തിന് പിന്നിലുണ്ട്. വിശ്വാസവും ആചാരവും പാലിക്കുന്ന ഒരാളെയും ഒഴിവാക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം അശ്വിനി വൈഷ്ണവ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഇത്രയും പേർക്ക് സർക്കാർ ക്ഷണക്കത്ത് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക. ഇവിടുത്തെ അതായത് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നത് ഇതിനകം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബായി ശബരിമലയെ മാറ്റുന്നുണ്ട്. ശബരിമലയുടെ വികസനത്തിന് ഞാനും എതിരല്ല, ശബരിമലയുടെ വികസനം ഉണ്ടാകണം. പക്ഷേ അതിനിടയിൽ ചില കെട്ടുകാഴ്ചകൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തുറന്നെതിർക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ NSSന്റെ വാർത്താക്കുറിപ്പിലെ ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് അയ്യപ്പ സംഗമം ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി അത് നിരീക്ഷിക്കുക തന്നെ ചെയ്യും NSS. അല്ലാതെ NSSനെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ NSSനെ 1-2 പേരെ സ്വാധീനിച്ച് തീരുമാനം എടുപ്പിക്കാനോ ഒന്നും സർക്കാരിന് എന്തായാലും കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കുന്നതിനായി NSS പറയുമ്പോൾ ഇതിൽ പാലമിട്ടത് ആരാണ്, ആ പാലത്തിലൂടെ നടന്നു കയറിയത് ആരാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. അതൊരു KSRTC വഴിയാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡയറക്ടർ ബോർഡ് അംഗമാണ് KB ഗണേഷ് കുമാർ എന്ന മന്ത്രി, ഗതാഗത മന്ത്രി. അപ്പോൾ അവിടേക്ക് ആ വഴി തുറന്നത് KB ഗണേഷ് കുമാറിൻ്റെ കൂടി ഇടപെടലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പെരുന്നയിലേക്ക് NSS ആസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് നന്ദി പറയുന്നതിനൊക്കെയായിട്ട് നമുക്ക് ദൃശ്യങ്ങളൊക്കെ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം. എന്തായാലും അവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ബാലഗോപാൽ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. എന്തായാലും പെരുന്നയിൽ വന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ഗുരുവായൂർ ദേവസ്വം പ്രതിനിധിയായി ചുമതലയേറ്റ ബാലഗോപാലിനൊപ്പം KB ഗണേഷ് കുമാർ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി സർക്കാരുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് വഴി കൃത്യമായി ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഈ കേരള കോൺഗ്രസ് ബിയുടെ ട്രഷറർ കൂടിയാണ് ബാലഗോപാൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായ ബാലഗോപാൽ കേരള കോൺഗ്രസ് ബിയുടെ ട്രഷറർ കൂടിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വരുന്നത് കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഈ കണക്ഷൻസ് എല്ലാം കൃത്യമായി NSSുമായി ജെല്ല് ചെയ്യുകയാണ്. അപ്പോൾ അത് UDFന് വലിയ ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്. കാരണം കാലാകാലങ്ങളായി NSS വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷേ NSS എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന സംഘടന അതിൽ നേതൃത്വം പറയുന്നതിനനുസരിച്ച് മാത്രമല്ല കരയോഗങ്ങളിലായാലും ശാഖകളിലായാലും ഉള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കൃത്യമായി രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യുന്ന, BJPക്ക് വോട്ട് ചെയ്യണമെങ്കിൽ BJPക്കും, CPIMന് വോട്ട് ചെയ്യണമെങ്കിൽ CPIMനും, കോൺഗ്രസിന് വോട്ട് ചെയ്യണമെങ്കിൽ
കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ രണ്ട് സമുദായങ്ങളിലെയും വോട്ടർമാർ നിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളത് കണ്ടതുമാണ്. അപ്പോൾ ഇവിടെ KB ഗണേഷ് കുമാറിന്റെ നയതന്ത്രം വഴി ഇടത് പക്ഷത്തേക്ക് NSS അടുക്കുകയാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ 2026 CPIM-ന് LDF-ന് അനുകൂലമായ രീതിയിൽ വരും എന്നതാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കലഞ്ഞൂർ മധു എന്ന് പറയുന്ന നമ്മുടെ ധനമന്ത്രിയുടെ സഹോദരനെ ഒഴിവാക്കിക്കൊണ്ടാണ് KB ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡിലേക്ക്, NSSന്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ ചെറുതല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചില നീക്കങ്ങൾ നടത്തുന്നത് മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ഈ സംഗമവുമായി കണക്റ്റഡ് ആണോ എന്നുകൂടി നമ്മൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെ CPIM-ന്റെ ഒരു ഗ്രാൻഡ് ഡിസൈനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. CPIM-ന്റെ ഒരു ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ പാർട്ടിയിലേക്ക്, മുന്നണിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൃത്യമായി അവർ വിലയിരുത്തുമ്പോൾ BJP-യിലേക്ക് പോയിരിക്കുന്നത് ഈഴവ വോട്ടുകളടക്കമുള്ള ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ CPIM എല്ലാ കാലത്തും ഒരു ഹിന്ദു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലായി വോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് CPIM. പക്ഷേ അതിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത് ഈ ശബരിമല സംഭവം മുതലാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷമാണ് 2018-19 മുതലാണ് അത് ഇടിഞ്ഞ് അത് പൂർണ്ണമായും ഒരു ഷിഫ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വിശ്വാസികൾക്ക് ഞങ്ങൾ എതിരല്ല എന്ന് കാണിക്കുന്നതിന് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആകണം, ക്ഷേത്രങ്ങളിലെ സമിതികളിൽ നിങ്ങൾ ആക്റ്റീവ് ആകണം, ഉത്സവങ്ങൾ നടത്തുന്നതിനായി നിങ്ങൾ ചെല്ലണം, അവിടെയെല്ലാം BJP-ക്കാരാണ്, RSS-കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിൽ ഇടപെടുത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി ഒരു വിശ്വാസമുള്ള ആളായിരിക്കണം നിങ്ങൾ അവിടേക്ക് നിയോഗിക്കുന്ന വ്യക്തി. അല്ലാതെ വിശ്വാസമില്ലാത്ത, അവിശ്വാസികളായ അല്ലെങ്കിൽ വിശ്വാസത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകളെ നിങ്ങൾ വേഷം കെട്ടിച്ച് വിടരുത്. അത് നിങ്ങൾ ഭക്തരായ മനുഷ്യരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഹെൽപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. കാരണം ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതിനെ കളയാനും വയ്യ. ഇപ്പുറത്ത് NSS ഉണ്ട്, അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുകയും വേണം. വലിയ അട്ടർ കൺഫ്യൂഷനിലേക്ക് UDF എന്തായാലും ഈ വിഷയത്തിൽ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഗ്ലോബൽ അയ്യപ്പ മീറ്റ് അതിന് ഒരു റിലീജിയസ് സാങ്ക്ടിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. അതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. Meet the editors.